ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമുക്കൊരു മുട്ട റോസ്റ്റാണ്. നമ്മളിവിടെ 3 ആളാണ് ഉള്ളത്. അവർക്ക് മുട്ട റോസ്റ്റ്. ഞാൻ വെജിറ്റേറിയനായാലും മുട്ടയൊന്നും കഴിക്കില്ല. പക്ഷേ അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇത്. ഇവിടെ ഞാനിപ്പം ഭയങ്കര സ്റ്റാറാണ്. കാരണം കുക്കിംഗ് അധികം അവർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാനാണ് ഒരുവിധം എല്ലാം ഉണ്ടാക്കി കൊടുക്കൽ. എല്ലാവർക്കും ഉള്ളത് നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം ഉണ്ടാക്കി. നമ്മൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് വന്നവരാണെങ്കിലും ഏകദേശം ഫുഡ് സ്റ്റൈലെല്ലാം നമുക്ക് ഒരേ തന്നെ ആണല്ലോ. പിന്നെ എൻ്റെ ഒപ്പം റൂമിലുള്ള ഒരു ശ്രീലങ്കൻ കുട്ടിയാണ്. അപ്പോൾ അവർക്കും പ്രശ്നമൊന്നുമില്ല. നമ്മളെ കേരള സ്റ്റൈല് ഹൈലി സ്പൈസി ഫുഡൊന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കൽ. പിന്നെ വേറൊരു ക്യാപ്സിക്കം ഇതെല്ലാം ഇട്ടിട്ടുള്ള ഒരു കറിയും കൂടി നമ്മൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കം ഇട്ടിട്ടുള്ള ഒരു കറിയും കൂടി ആക്കിയിട്ടുണ്ട്. ഞാനതിലേക്ക് ഇതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, മഷ്റൂമായിരുന്നേ. മഷ്റൂമിൻ്റെ ഒരു കറിയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ അടുത്ത വീഡിയോസെല്ലാം ഞാൻ പിന്നെ എൻ്റെ ഫോണിൽ ഓൾറെഡി ഉള്ളത്, ഞാനിവിടെ ഖത്തറിൽ വന്നതിന് ശേഷം എന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് ഞാൻ ഉണ്ടാക്കുന്നതെല്ലാം വെറുതെ വീഡിയോ ഇങ്ങനെ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇതാണ് അടുത്തതെല്ലാം ആഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരുവിധം എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഫ്രൈഡ് റൈസ് തന്നെയാണ്. ബസ്മതി റൈസാണല്ലോ ഇവിടെ കൂടുതലായിട്ട് അവൈലബിൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം എല്ലാ ദിവസവും നമ്മൾ ഒരു വെജിറ്റബിളിൻ്റെ ഒരു ഫ്രൈഡ് റൈസാണ് അധികം ആക്കൽ. പിന്നെ ക്യാപ്സിക്കം തന്നെ പല കളറിലുള്ള ക്യാപ്സിക്കം അവൈലബിൾ ആയതുകൊണ്ട് അതും വെച്ചുകൊണ്ട് നല്ല രസമുണ്ടാവും, കാണാനും നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫ്രൈഡ് റൈസാണ് ഒരുവിധം എല്ലാ ദിവസവും. ഇപ്പം മടുത്ത് വരുന്നുണ്ട് ഫ്രൈഡ് റൈസ് ഏത് ദിവസം ആക്കിയിട്ട്. പിന്നെ നമ്മളൊരു പൊട്ടാറ്റോ കറി ആക്കിയിട്ടുണ്ട്. ഇതൊന്നും ഒരുമിച്ച് ഉണ്ടാക്കിയതല്ലേ, ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. ഇതൊന്നും ഒരുമിച്ച് ഉണ്ടാക്കിയതല്ല, പല പല വീഡിയോസ് ഞാൻ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ ഫോണിൽ കുറച്ച് വീഡിയോസ് ഉണ്ടായത്, അതെല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ളത്. എപ്പോഴെല്ലാം ഉണ്ടാക്കിയതാണ്, എപ്പോഴാണെന്നൊന്നും ഓർമ്മയില്ല. ഇപ്പോൾ ഇതിൽ കണ്ടേരം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ പല പല നാഷണാലിറ്റീസിലുള്ള ആൾക്കാരുണ്ട്. അൾജീരിയൻസ് ഉണ്ട്, നമ്മളെ തൊട്ട റൂമിൽ അൾജീരിയൻസ് ആണ്. പിന്നെ ഒരു നേപ്പാളി കുട്ടിയുണ്ട്. അപ്പോൾ അവൾക്ക് ചിക്കൻ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചിക്കൻ കറി ആക്കിയതാണ്. ഞാൻ കഴിക്കില്ല, പക്ഷേ എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അവൾ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു പച്ച ചട്നി. എന്താണമ്മോ, തക്കാളി ഇതെല്ലാം വേവിച്ചിട്ടിട്ടുള്ളൊരു ചട്നിയാണ്. പിന്നെ അവളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് ഇതെല്ലാം. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ കുറച്ച് അൾജീരിയൻസ് ഉണ്ട്, അവർ അവിടെ നിന്ന് എന്തൊക്കെയോ ആക്കുന്നുണ്ട്. അവരിത് സൂപ്പാണ്, വെജ് സൂപ്പാണ് ഇത്. നമ്മൾ ആക്കുന്നേരം ഒരുമിച്ച് തന്നെ ഉണ്ടാവും അധികവും. അവർ പിന്നെ എന്തെല്ലോ ക്യാപ്സിക്കം കൊണ്ട് എന്തെല്ലോ ആക്കുന്നുണ്ട്. ഇതിൻ്റെ പേരൊന്നും എന്താണെന്നൊന്നും അറിയില്ല. ക്യാപ്സിക്കത്തിൻ്റെ കുരുവെല്ലാം പോക്കി മമ്മ നല്ല എന്താ പറയുക എന്തോ ഒരു സംഭവം ആക്കുന്നുണ്ട്. ക്യാപ്സിക്കം ഉള്ളിയും ഉപ്പുമാണ് കാര്യമായിട്ടുള്ള. പിന്നെ എന്തോ ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പിന്നെ കുറേ ടൊമാറ്റോസ് ഇട്ട് കൊടുക്കുന്നത്, കറിയായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കുന്നത്, എന്താണെന്നറിയില്ല. അവരെ ഇങ്ങനെ എന്തെല്ലോ വെജിറ്റബിൾസ് വെച്ചിട്ട് ഇങ്ങനെ പലതും ആക്കുന്നത് കാണലുണ്ട്. ഞാൻ എപ്പോഴും അവർ എന്തെല്ലാം ആക്കുന്നതെല്ലാം ഒന്ന് പോയി നോക്കും. ഇത് വെജിറ്റബിൾ സൂപ്പാണ്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മളെ കുക്കറിൽ നമ്മളെന്തോ ഒരു വെജിറ്റബിൾ കറിയാണ് വേവിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അധികം ഇവരെ ഇതിൽ എന്ന് പറഞ്ഞാൽ കുറേ സോസുകൾ ഉപയോഗിക്കുക. ഒരുവിധം എല്ലാത്തിലും ഞാൻ കണ്ടിട്ടുണ്ട് സോസുകൾ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിലേക്ക് അത് ഒഴിച്ച് കൊടുക്കുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഒരു ക്യാപ്സിക്കവും പിന്നെ ഉള്ളിയും പിന്നെ തക്കാളി, അതിലേക്ക് ഈ ചില്ലി സോസാണെന്ന് തോന്നുന്നു, ചില്ലി സോസും കൂടി കുറച്ച് എണ്ണയും ഒഴിച്ചിട്ടാണ് ചില്ലി സോസ് ഒഴിച്ച് കൊടുക്കുന്നത്. ഓരോ കൺട്രീസിൻ്റെ ഓരോരോ ഡിഫറെൻറ്റ് എന്താ പറയുക ഫുഡ് സ്റ്റൈൽ. എന്നിട്ട് കുറച്ച് നേരം മൂടി വെക്കുന്നുണ്ട്. പിന്നെ മൂപ്പര് ഇതെല്ലാം ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്, ആയോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. ഈ വെജിറ്റബിൾസ് എല്ലാം പിന്നെ എന്തോ ഒരു നല്ലോണം അടിച്ചെടുക്കാനാണ് ഇവർ ചെയ്യൽ. അപ്പോഴത്തേക്ക് ഇതെല്ലാം ആയിട്ടുണ്ട്. പിന്നെ അവർ കുറേ പൊട്ടാറ്റോസ് ഉപയോഗിക്കുന്നുണ്ട്. ഒരുപാട് പൊട്ടാറ്റോസാണ് അവർ ഉപയോഗിക്കാൻ. ഞാൻ കണ്ടെടുത്ത് അൾജീരിയൻസ് ഒരുപാട് പൊട്ടാറ്റോസ് എല്ലാം ഫ്രൈ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, സലാമ എന്ന് പറഞ്ഞിട്ടുള്ള. ആ സൂപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് പച്ചക്കറികളും എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. ഇവിടെ എല്ലാ ഇതിലുള്ളതും വെജിറ്റബിൾസും നമുക്ക് കിട്ടുന്നുണ്ട്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം നമ്മളെ തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് വാങ്ങാനും നല്ല എളുപ്പമാണ്. എല്ലാ വിധത്തിലുണ്ട്. നമ്മളെ കടലയാണത്. പിന്നെ പൊട്ടാറ്റോ ഉണ്ട്. പൊട്ടാറ്റോ ആണ് ഇവിടെ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന സംഭവം, പൊട്ടാറ്റോ മാത്രമേ. ബാക്കിയെല്ലാം അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളവിടെ പോയി കുറച്ച് അത്യാവശ്യം വേണ്ടുന്നെല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് വന്നു. പിന്നെ കുറേ ചിക്കൻ ഐറ്റംസും മറ്റേതെല്ലാം ഉണ്ട്. എൻ്റെ ഫ്രണ്ടിന് അതൊക്കെ വേണം. ഞാൻ വെജിറ്റേറിയൻ ആണ്, പിന്നെ ചിക്കൻ ഐറ്റംസിൻ്റെ ഭാഗത്തേക്കൊന്നും ഞാൻ നോക്കിയില്ല. അവളെന്തെല്ലോ സെലക്ട് ചെയ്യുന്നുണ്ട് പോയിട്ട്.
ചിക്കൻ്റെ എല്ലാം സെലക്ട് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വ്ളോഗാണ് ഇത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കൂ. ഇനിയും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.